ചരിത്രം സൃഷ്ടിച്ച് പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമം. ശബരിമല വികസനത്തിനായി 18-അംഗ സമിതി രൂപീകരിച്ചു. സംഗമത്തിൽ ഉയർന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ശബരിമല മാസ്റ്റർ പ്ലാൻ ഉടൻ നടപ്പിലാക്കും. ശബരിമല വികസനത്തിന് നിർണായകമായ തീരുമാനങ്ങളെടുത്താണ് ആഗോള അയ്യപ്പ സംഗമം പിരിഞ്ഞത്. ശബരിമല വികസനത്തിന് 18-അംഗ സമിതി നിലവിൽ വന്നു. ഭാവിയിൽ ഇത് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു 18-അംഗ കമ്മിറ്റിയെ ശുപാർശ ചെയ്യുകയാണ്. ആ 18 അംഗം എന്ന് പറയാനും ഒരു കാരണമുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് 18-നുള്ള പ്രാധാന്യം. ശബരിമല എടുക്കുമ്പോൾ നമ്മൾ പറയുന്നു പടി 18ആണ്. അതിൽ ദേവസ്വം മന്ത്രി ചെയർമാനായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൺവീനറുമായും ദേവസ്വം വകുപ്പ് സെക്രട്ടറിയും ബോർഡ് മെമ്പർമാരും അതേപോലെ തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച സാങ്കേതിക വിദഗ്ധരുമെല്ലാം അംഗങ്ങളായി ഒരു 18-അംഗ സമിതി ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ച് ബഹുജന സമക്ഷം അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക. ശബരിമല വിമാനത്താവളവും റെയിൽവേയും യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര നടപടിയെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് പശ്ചാത്തല വികസന സൗകര്യത്തിൽ എയർപോർട്ടിൻ്റെ ഇപ്പോൾ എരുമേലി തെക്ക് വില്ലേജിലും മണിമല വില്ലേജിലും ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ മണിമലയിലെ തീർന്നു കഴിഞ്ഞു. എരുമേലി തെക്ക് വില്ലേജിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ് ഇപ്പോൾ തീരുന്നത്. ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ സ്ഥലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഇതിന് മുന്നാലെയാണ് റോക്ക് ബേ റവന്യൂ ഭൂമി 5.45 ഹെക്ടർ ഭൂമി കൊല്ലം ജില്ലയിലെ വനാന്തരങ്ങളിൽ കൊടുത്ത് വനം ഭൂമിക്ക് പകരമായി ഭൂമിയുടെ കാര്യം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശബരിമല വികസനത്തിന് അടിത്തറ പാകുന്ന മാസ്റ്റർ പ്ലാൻ അടക്കം ആഗോള അയ്യപ്പ സംഗമത്തിൽ സമഗ്രമായ ചർച്ചകളാണ് നടന്നത്. തിരക്ക് നിയന്ത്രിച്ച് ദർശനം സുഗമമാക്കുന്നതിനുള്ള വിദഗ്ധ നിർദ്ദേശങ്ങളും ഉയർന്നു. വിവിധ സെക്ഷനുകളിലായി നടന്ന ചർച്ചകളിൽ മന്ത്രി VN വാസവൻ സമഗ്ര റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, വിവിധ സെക്ഷനുകളെ നയിച്ച പ്രമുഖരും MLA മാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അംഗങ്ങളും പങ്കെടുത്തു.